എവ്രിവൺ, ബൈ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മളുടെ റിവിഷൻ സീരീസിന്റെ CBSE 10th ബയോളജി റിവിഷന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ ഒരു റിവിഷൻ സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് വരുന്ന വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ആൻഡ് ഈ കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ റിവിഷൻ സീരീസ് നമ്മൾ പറഞ്ഞു ഒരു 40 days ലോങ് റിവിഷൻ സീരീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റിവിഷൻ സീരീസിൽ പറ്റാവുന്ന അത്ര കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ചെയ്തിടുക. സോ ദാറ്റ് യു വിൽ ബി നോട്ടിഫൈഡ് എവറി ടൈം ഐ അപ്ലോഡ് എ വീഡിയോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിച്ച് ഇത്തവണ A1 സെറ്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഉള്ളവരിൽ എല്ലാവർക്കും നമ്മളുടെ ചാനലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൊണ്ടിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, വീഡിയോസ് അല്ല ക്വസ്റ്റ്യൻസ്, നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് സർപ്രൈസ്, ഹിഡൻ ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 മാർക്ക് MCQ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. MCQ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരിക്കും. You know that about 20 questions will be directly MCQ. അതിൽ കുറച്ചെണ്ണം ബയോ ഉണ്ടായിരിക്കും, കുറച്ച് ഫിസിക്സ് ആൻഡ് കുറച്ച് കെമിസ്ട്രി എന്നായിരിക്കും ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പൊ ബയോയിൽ വരുന്ന ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ദിസ് ഇസ് സിമ്പിൾ അല്ലെ. എന്താണ്, ഒരു റിഫ്ലെക്സ് ആർക്കിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോമ്പണൻസ് ഒക്കെ വെച്ചിട്ടുള്ള സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സീക്വൻസിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ഏതാണെന്ന് നിങ്ങളോട് കണ്ടെത്താനാണോ പറഞ്ഞിരിക്കുന്നത്. ഈസി പീസി അല്ലെ. ഓപ്ഷൻ എ നോക്കാം, റിസെപ്റ്റർ, മസിൽസ്, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, സ്പൈനൽ കോർഡ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കുക, റിസെപ്റ്റേഴ്സ്, മോട്ടോർ ന്യൂറോൺ, സ്പൈനൽ കോർഡ്, സെൻസറി ന്യൂറോൺ, മസിൽ. സി ഓപ്ഷൻ നോക്കുക, റിസെപ്റ്റേഴ്സ്, സ്പൈനൽ കോർഡ്, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മസിൽ. ആൻഡ് ഓപ്ഷൻ ഡി നോക്കുക, റിസെപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, സ്പൈനൽ കോർഡ്, മോട്ടോർ ന്യൂറോൺ, മസിൽ. ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി സോ ഹാർഡ് ടു ഫൈൻഡ് ലൈക്ക് എവറി തിങ് എക്സാക്ട്ലി ലൈക്ക് കറക്റ്റ് അല്ലെ. എല്ലാം എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ മാച്ച് ദ ഫോളോയിങ്ങിലാണെങ്കിലും ഇങ്ങനെയുള്ള സീക്വൻസസിൽ എക്സാക്ട്ലി കറക്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും വേർഡ്സ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും ഇതുപോലുള്ള സീക്വൻസ് ഒക്കെ വരുമ്പോൾ. ആൻഡ് അത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷനിലാണ്, ഞാൻ ആ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തിരുന്നത്. ഞാൻ പഠിക്കുമ്പോൾ ഭയങ്കര മടിച്ചായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നിങ്ങൾ നോക്കുക, എവറിഥിങ് സ്റ്റാർട്ട് വിത്ത് റിസെപ്റ്റേഴ്സ് ആൻഡ് എവറിഥിങ് എൻഡ് വിത്ത് ഓൾമോസ്റ്റ് 3 ഓപ്ഷൻസും എൻഡ് ചെയ്യുന്നത് മസിലിലാണ്. ആൻഡ് നമുക്കറിയാം ഈ പറയുന്ന മസിലാണ് അതിന്റെ എൻഡ് എന്നുള്ളതും റിസെപ്റ്റർ ആണ് അതിന്റെ ഇനീഷ്യൽ പോയിന്റ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പം വി കനോട്ട് ആൻസർ ദിസ് ലൈക്ക് ഈ ഒരു MCQ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ ട്രിക്ക് ഉപയോഗിക്കരുത്. കറക്റ്റ് ആയിട്ട് ആ സീക്വൻസ് പഠിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എന്താണെന്നുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. റിസെപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് മസിലിൽ എൻഡ് ചെയ്യുന്നതാണ് റിഫ്ലക്സ് ആർക്ക് എന്നറിയാം. പക്ഷെ ഇതിന്റെ കറക്റ്റ് സീക്വൻസ് ഈ ഒരു ഞാൻ ഈ കത്തി വെച്ചിരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. എല്ലാവരും ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയല്ലേ. ആൻസേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് എഴുതി പോവുക. ആൻഡ് സ്ക്രീനിൽ ആൻസർ വരുമ്പോൾ ഐദർ യു ടേക്ക് സ്ക്രീൻഷോട്ട്സ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ കോപ്പി ഡൗൺ ചെയ്യുക. കോപ്പി ഡൗൺ ചെയ്തിട്ട് അത് നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് അല്ലാത്ത സമയത്ത് അത് നോക്കി കറക്റ്റ് ആൻസേഴ്സ് അതിന്റെ പോയിന്റ്സ് അടക്കം പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു ഈസി പീസി ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ വന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റിസെപ്റ്റേഴ്സിൽ നിന്ന് സെൻസറി ന്യൂറോൺ ആൻഡ് ഇറ്റ് വിൽ ബി ലീഡിംഗ് ടു സ്പൈനൽ കോർഡ്. അവിടെ നിന്ന് മോട്ടോർ ന്യൂറോൺ വാങ്ങിച്ച് നമ്മുടെ മസിലിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. റിഫ്ലക്സ് ആർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ഈസ് എ ഷ്യൂർ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ആകാം 2 മാർക്ക് 3 മാർക്ക് പല മോഡലിൽ റിഫ്ലക്സ് ആർക്ക് എന്ന ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങളെല്ലാം പഠിക്കും. പക്ഷെ റിഫ്ലക്സ് ആർക്കും റിഫ്ലക്സ് ആക്ഷനും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോർഷൻ ആണ് ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷനുള്ളത് കേട്ടോ. നെവർ എവർ സ്കിപ്പ് ദിസ് റിഫ്ലക്സ് ആർക്ക് ആൻഡ് റിഫ്ലക്സ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഹൗ ആർ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ് ഇൻ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ ബ്രെയിനും സ്പൈനൽ കോഡും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു? വളരെ ഈസി പീസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആക്കിയത്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. ബ്രെയിനിന്റെ പ്രൊട്ടക്ഷന്റെ കാര്യം എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, സ്പൈനൽ കോഡിന്റെ പ്രൊട്ടക്ഷന്റെ കാര്യം എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 2 മാർക്കാണ് നിങ്ങൾക്ക് ഈ 2 സിമ്പിൾ ആൻസർ എഴുതിയാൽ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ആ ഒരു ടേംസ്, കറക്റ്റ് ടേംസ് വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വേഗമായിട്ടുള്ള ബയോളജിക്കൽ ടേംസ് അല്ലാതെയുള്ള കൊളോക്കിയൽ ടേംസ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്താണ് എന്നുള്ളത് നോക്കാം. ബ്രെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ഇൻ സംതിങ് കോൾഡ് ക്രേനിയം അല്ലേ? ക്രേനിയം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സ്കൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഐദർ യു റൈറ്റ് ക്രേനിയം, അതർവൈസ് യു റൈറ്റ് സ്കൾ, ബോത്ത് ആർ ഓക്കെ. ഓക്കെ, ഇനി സ്പൈനൽ കോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പൈനൽ കോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോൺ ഉപയോഗിച്ചിട്ടാണ്. വെർട്ടിബ്രൽ കോളം എന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾക്കുണ്ടാകുന്ന എക്സ്റ്റേണലി എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടും ഒരു ബോണി ബോണി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ സ്പൈനൽ കോഡിലും അതുപോലെ തന്നെ നമ്മളുടെ സ്കള്ളിനകത്തൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് ലെയേഴ്സ് അതിനെ കവർ ചെയ്തിട്ട് കാണാൻ പറ്റും. ആ ഒരു ലെയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ആസ് മെനിഞ്ചസ്. 3 ലെയർ ആയിട്ട് മെനിഞ്ചസ് വെച്ചിട്ടാണ് നമ്മളുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ലൈക്ക് സറൗണ്ടിങ് ദിസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എത്ര ലെയർ മെനിഞ്ചസ് ഉണ്ട്? 3 ലെയർ മെനിഞ്ചസ് ഉണ്ട്. ആൻഡ് ഈ മെനിഞ്ചസിന്റെ ലെയറുകളുടെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാകത്തില്ലേ? ആ സ്പേസിനകത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന മെക്കാനിക്കൽ ആയിട്ടുള്ള ഷോക്കിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണാനായിട്ട് സാധിക്കും. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഈ പറയുന്ന ന്യൂട്രിയൻസ്, ഓക്സിജൻസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വിൽ ബി ഓൾസോ പ്രൊട്ടക്ടിങ് us ഫ്രം മെക്കാനിക്കൽ ഷോക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. യു വിൽ ബി ജസ്റ്റ് ലൈക്ക് യു റിക്വയർഡ് ടു ആൻസർ ലൈക്ക് ബ്രെയിൻ ഇസ് covered by this cranium or skull and the spinal cord is covered by vertebral column. ഇത്ര മതി. 2 മാർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ that is more than enough. പക്ഷേ if you are like നമുക്ക് ഒരു പാർട്ട് നമ്മൾ വിട്ടുപോയിട്ട് there is no chance left for the teacher to deduct your marks. അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആൻസർ അങ്ങനെ എഴുതി വെക്കാം. Like there is no other like mode of protection in brain and spinal cord. നമ്മൾ എല്ലാ പ്രൊട്ടക്ഷൻ മെത്തേഡ്സും ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് there is no such way that she will be deducting your marks. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് പിക്ചർ പെർഫെക്റ്റ് ആൻസേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് ഇത്രയധികം കവറിങ്ങും ഇത്രയധികം പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ വലിയ തോതിൽ ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും വലിയ ഇഞ്ചുറീസ് ഒക്കെ പറ്റുമ്പോൾ മാത്രമേ ദർ വിൽ ബി സം കൈൻഡ് ഓഫ് സംതിങ് ഹാപ്പനിങ് ടു യുവർ സ്കൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനും അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിനൊക്കെ എന്തെങ്കിലും പറ്റുന്നുള്ളൂ. അതല്ലാതെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചയോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ that is not pretty much affecting our brain and spinal cord അല്ല. അതിനുള്ള കാരണം ഇവരെല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോത്ത് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ലീഡ് ടു ഡിസോർഡേഴ്സ് ഇൻ ദ ബോഡി. എക്സ്പ്ലെയിൻ. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ്, അത് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് കൊളോക്കിയൽ ടേം ആണ്. ആൻഡ് ബയോളജിക്കലി വിൽ ബി കോളിംഗ് ഇറ്റ് സൊമാറ്റോട്രോപ്പിൻ അല്ലെ? ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിന്റെ ഓവർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അണ്ടർ പ്രൊഡക്ഷനുമാണ് പൊതുവെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡിസോർഡേഴ്സ് എത്തിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് അത് ലീഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്, അണ്ടർ പ്രൊഡക്ഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഓവർ പ്രൊഡക്ഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു ഹോർമോണിന്റെ ഒരു കുറവോ കൂടുതലോ വന്നാൽ സ്വാഭാവികമായിട്ടും അസുഖങ്ങളാണ് ഉണ്ടാവുക. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മെൻഷൻ ലൈക്ക് ഇറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ എന്ത് കൂടുമെന്നും ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ എന്ത് കുറയുമെന്നുള്ളതും അത് ആ ക്വസ്റ്റനിൽ നിന്ന് തന്നെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? Still, we will be answering this like overproduction of growth hormone leads to something called gigantism. അല്ലെ? gigantism എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്കാണ് എത്തിക്കുന്നുണ്ടായിരിക്കുക. സോ ദാറ്റ് വി വിൽ ബി ലൈക്ക് നമ്മുടെ ഗ്രോത്ത് ഭയങ്കര റാപ്പിഡ് ആയിട്ട് മാറുകയും ഒരു നോർമൽ മനുഷ്യനിൽ നിന്ന് അധികം ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുകയും നമ്മുടെ ലിംസും നമ്മുടെ ഫേഷ്യൽ ആയിട്ടുള്ള ബോൺസും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ലോങ് ആയിട്ട് ഗ്രോ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് വാട്ട് വി കോൾ ആസ് gigantism അല്ലെ? പിന്നെ അണ്ടർ പ്രൊഡക്ഷൻ ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലീഡിങ് ടു സംതിങ് കോൾഡ് ഡ്വാർഫിസം അല്ലെ? നമ്മളുടെ
പീറ്റർ ടിംഗ്ലേജിന്റെ ഒക്കെ പോലെയുള്ള ആളുകളായിരിക്കും ഉണ്ടാവുന്നുണ്ടായിരിക്കുക അല്ലെ, അത്ര കുഞ്ഞായിട്ടുള്ള അധികം ഉയരം വെക്കാത്ത ലൈക്ക് ഷോർട്ട് ലിംസ്, ഷോർട്ട് ആയിട്ടുള്ള ഡിജിറ്റ്സ്, ഷോർട്ട് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഹോർമോൺ എത്താത്തത് കൊണ്ടിട്ട് ദ ബോഡി വിൽ നോട്ട് ബി ഏബിൾ ടു ഗ്രോ പ്രോപ്പർലി അല്ലെ, ആ ഒരു അവസ്ഥയിലൊക്കെ എത്തുന്നുണ്ടായിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ഈസി പീസി ക്വസ്റ്റ്യൻ, ഈസി പീസി ആൻസർ. ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന കുറെ, അല്ലെങ്കിൽ ഹിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹിന്റുകൾ നമ്മൾ എപ്പോഴും എന്താ പറയാ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് ന്യൂറോൺ ആൻഡ് ലേബൽ ദ ഫോളോവിങ്. എന്താ പറയുന്നത്, ഒരു ന്യൂറോണിന്റെ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് നമ്മളോട് കുറച്ച് ക്ലൂസ് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലൂസിനനുസരിച്ചിട്ടുള്ള പാർട്ട് ഏതാണ് എന്നുള്ളത് ലേബൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം അല്ലെ. അപ്പോ നീറ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്കുണ്ട്. ഈ പാർട്സ് എല്ലാം ലേബൽ ചെയ്യുന്നതിന് ഓരോ മാർക്ക് വീതം. സോ ടോട്ടൽ ടുഗദർ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ 4 മാർക്സ്. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നീറ്റ് ഡയഗ്രാം ആണ്, ആർട്ടിസ്റ്റിക് ഡയഗ്രാം എന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ആർട്ടിസ്റ്റിക് എബിലിറ്റീസ് അല്ല നമ്മൾക്ക് വേണ്ടത്. ഇറ്റ് നീഡ്സ് ടു ലുക്ക് ലൈക്ക് എ ന്യൂറോൺ, അല്ലെങ്കിൽ വാട്ട് എവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണോ അതിനോടൊരു സിമിലർ ആയിട്ടുള്ള ലുക്ക് അലൈക്ക് ആയിട്ടുള്ള ഒരു സാധനം വരച്ചു വെച്ചാൽ മതി. അതല്ലാതെ ഓവർ ആർട്ടിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന്റെ ഓൾമോസ്റ്റ് കുറേ സമയം യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലോട്ടൊന്നും എത്തിക്കരുത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പൊതുവെ നമുക്ക് ഈ ഡ്രോയിങ് വരുമ്പോൾ അത് ശരിയായില്ല, കോർണർ ശരിയായില്ല, ഈ ഒരു കേർവ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മായ്ക്കുന്നു, വീണ്ടും വരയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സമയം കളയുന്ന കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ലുക്കലായിട്ട് നമുക്ക് കിട്ടിയ ഓർഡർ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വര അവസാനിപ്പിച്ച് ലേബൽ ചെയ്യുക, പ്രോപ്പർ ലേബലിംഗ് കൊടുത്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ വിടുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഡയഗ്രാം ലേബൽ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് എ ടെൻഡൻസി ടു ലൈക്ക് ഒരു പെർഫെക്റ്റ് പിക്ചർ ആക്കണമെന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ബെറ്റർ യു അറ്റംപ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ അറ്റ് ലാസ്റ്റ്. എല്ലാ എഴുതാനുള്ള ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് ടൈം ലിമിറ്റഡ് ആകുമ്പോൾ യു വിൽ ബി ലൈക്ക് സഡൻലി സ്റ്റോപ്പിങ് ഇറ്റ്. അങ്ങനെയുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇന്റൻഷനലി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പാർട്സ് ഏതൊക്കെയാണ് ലേബിൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ABC എന്ന് പറഞ്ഞ 3 പാർട്സ് പറഞ്ഞിട്ടുണ്ട്. A എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പാർട്ട് വെർ ഇൻഫർമേഷൻ ഈസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓപ്ഷൻ ബി നോക്കുക, പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ്, നോട്ട് പാത്ത്, ഇറ്റ് ഇസ് പാർട്ട് അല്ല, പാർട്ട് ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ്, അത് ട്രാവൽ ചെയ്യുന്ന പാർട്ട് ഏതാണ്. ആൻഡ് സി പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ത്രൂ വിച്ച് ഇറ്റ് ഇസ് റിലീസ്ഡ്, ആ റിലീസ് ചെയ്യപ്പെടുന്ന പാർട്ട് ഏതാണ് എന്നുള്ളതും കൂടെയാണ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുള്ളത്. റിസീവ് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്, അങ്ങനെ 3 പാർട്സ് ആണ് നമുക്ക് ലേബൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ വരച്ച ഡയഗ്രത്തിനകത്ത് ലേബൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഡയഗ്രാം എന്താണ്, ഇതാണ് നമ്മളുടെ ഡയഗ്രാം അല്ലെ, ഇതാണ് ഒരു ന്യൂറോണിന്റെ ഡയഗ്രാം. പക്ഷെ ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലുള്ളതുപോലെ എല്ലാ പാർട്സും നമ്മൾ ലേബൽ ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇതൊരു ന്യൂറോണിന്റെ ഡയഗ്രാം ആയിട്ട് മിസ് കാണിച്ചത് മാത്രമാണ്. ലേബൽ ചെയ്യേണ്ടത് 3 പാർട്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഇസ് എ പാർട്ട് വിച്ച് റിസീവ്സ് ഇൻഫർമേഷൻ. ഓബ്വിയസ്ലി ഇറ്റ് ഈസ് ഡെൻഡ്രൈറ്റ് അല്ലെ, ഡെൻഡ്രൈറ്റിലൂടെയാണ് അത് റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഡെൻഡ്രോൺ വഴി ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് ഇസ് ആക്സോൺ. അപ്പൊ പാസ് ചെയ്ത് പോകുന്നത് ആക്സോണിലൂടെ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ബിയുടെ അല്ലെങ്കിൽ ലേബലിംഗ് ബി ആയിട്ട് വരേണ്ടത് ആക്സോൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ്, ദിസ് ഇൻഫർമേഷൻ ഈസ് റിലീസ്ഡ് ത്രൂ വാട്ട്, നെർവ് എൻഡിങ് അല്ലെങ്കിൽ ആക്സോണിലെ ടെർമിനൽ, ആ ഒരു സിനാപ്റ്റിക് നോബിന്റെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദ തേർഡ് വൺ ഈസ് ലേബിൾഡ് ആസ് നെർവ് എൻഡിങ്. ഈ 3 ലേബലിംഗ് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ബേസിക് ആയിട്ടുള്ള മറ്റു 2 ലേബലിംഗ്സും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് മാത്രം. ഓക്കെ, നിങ്ങൾ ലേബിൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. ആവശ്യമുള്ള ലേബലിംഗ്സ് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇഫ് യു ആർ ഹാവിംഗ് എ ടെൻഡൻസി ടു ലേബൽ ഓൾ ദ പാർട്സ്, നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം ഓപ്ഷൻ എ ആയിട്ട് അല്ലെങ്കിൽ ആൻസർ എ ആയിട്ട് വരുന്നത് ഡെൻഡ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന് ഇട്ടിട്ട് എന്ത് എഴുതുക, ഡെൻഡ്രൈറ്റ് എന്ന് എഴുതുക. ബി എന്നിട്ടിട്ട് ആക്സോൺ എന്ന് എഴുതുക. സി എന്നിട്ടിട്ട് നെർവ് എൻഡിങ് എഴുതുക. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ലൈക്ക് ഇത്രയും ലേബൽ ചെയ്തേക്കുന്നതിന് ABC എന്ന് എഴുതിയിരിക്കുന്നത് മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ടീച്ചർ വിൽ ബി ഹാവിംഗ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടീച്ചറിനെ കൺഫ്യൂസ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ടും അവർ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളൊരു കോഷൻ കൂടെ മിസ് ഇതിനകത്ത് പറഞ്ഞ് തരാം ട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ വെൽ ലേബിൾഡ് ഡയഗ്രാം ഓഫ് എ റിഫ്ലെക്സ് ആർക്ക് ആൻഡ് ഷോ ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ് പാസ് ചെയ്യുന്ന ഡിറക്ഷൻ കാണിക്കുന്ന തരത്തിലുള്ള
വെൽ ലേബിൾഡ് ആയിട്ടുള്ള ഒരു റിഫ്ലക്സ് ആർക്കിന്റെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ചോദ്യം. ഡയഗ്രാം എന്ന് വളരെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു ഡ്രോ എ ഡയഗ്രാം. ഇഫ് ഇറ്റ് ഇസ് മെൻഷൻ ലൈക്ക് യു ഹാവ് ടു ഡ്രോ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ ആണ് വരയ്ക്കാൻ പറഞ്ഞേക്കണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ വാക്കുകൾ എഴുതിയിട്ട് ലൈക്ക് ടേംസ് എഴുതിയിട്ട് സപ്പോസ് ഇറ്റ് ഈസ് ലൈക്ക് റിസെപ്റ്റർ നിന്ന് സെൻസറി ന്യൂറോൺ ടു സ്പൈനൽ കോഡ് എന്നുള്ള രീതിയിൽ ആരോ മാർക്ക് ഇട്ട് എഴുതാനുള്ള ഒരു വകുപ്പാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചെങ്കിൽ അത് ഇവിടെ സാധ്യമല്ല, ബിക്കോസ് ഇറ്റ് ഇസ് മെൻഷൻ ലൈക്ക് ഡയഗ്രാം. If you are mentioned like it is like it should be some kind of a flow chart or illustration, ആ പറഞ്ഞ രീതിയിൽ മതിയായിരിക്കും. പക്ഷെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം ആണ് അല്ലെ. ഈ ഒരു ഡയഗ്രാം തന്നെ നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളിയായിട്ട് എന്നുള്ള രീതിയിലല്ല, ഡിസിപ്ലിൻ പറയാണ്, ആർട്ടിസ്റ്റിക് ആവുക എന്നുള്ളതല്ല, ഒരു ഒരു ഐഡിയ ലൈക്ക് ദിസ് ഇസ് സ്പൈനൽ കോഡ്, ദിസ് ഇസ് യുവർ ഹാൻഡ് ആൻഡ് ദിസ് ഇസ് ദ റിസെപ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടുന്ന തരത്തിൽ വരച്ചാൽ മതിയായിരിക്കും. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സീ ദിസ് ആരോ മാർക്സ് അല്ലെ. ആരോ മാർക്സ് കാണാൻ പറ്റും. സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ എന്ന് ലേബൽ ചെയ്തേക്കുന്നിടത്തേക്ക് നോക്കുക. അവിടെ നിങ്ങൾക്ക് ആരോ മാർക്സ് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ആരോ മാർക്ക് ഈസ് ലീഡിങ് ദാറ്റ് ഫ്രം ദിസ് റിസെപ്റ്റേഴ്സ്, ആ ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ സെൻസറി ന്യൂറോൺ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് സ്പൈനൽ കോഡിലേക്കാണ്. അവിടെ നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേ ന്യൂറോൺ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഒരു ആൻസർ ഒരു റിലീസ് ചെയ്യും. ആ ആൻസറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മോട്ടോർ ന്യൂറോൺ ഉണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ടേക്കിംഗ് ഇറ്റ് ടു ദ ഇഫക്ടർ ഓർ ദ മസിൽ അല്ലെ. അപ്പോൾ ആ ഒരു ഡിറക്ഷനും കൂടെ കാണിക്കാൻ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഡിറക്ഷൻ ഇടാനായിട്ട് മറക്കരുത്. ആൻഡ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പം ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് നിങ്ങളുടെ ലേബലിങ്ങും നിങ്ങളുടെ ഡിറക്ഷനും ഒക്കെ ഒരുപോലെ ഇരിക്കുന്ന തരത്തിലാക്കരുത്. ഡിറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫൈഡ് ആയിട്ട് നിങ്ങൾ പെൻ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ആ ഒരു ഡിറക്ഷൻ ലേബൽ ചെയ്തിട്ടുണ്ട്, ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ ആ നോക്കുന്ന ടീച്ചർക്ക് ഉടനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മിസ് അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ഡയഗ്രാം എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക. ഡയഗ്രാം എല്ലാവരും ഓർത്തു വെക്കുന്നുണ്ടായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് റിഫ്ലക്സ് ആർക്ക് പഠിക്കുന്ന സമയത്ത് കാണുന്ന ഒരു ഡയഗ്രാം തന്നെയാണിത്. പക്ഷെ പൊതുവെ ക്വസ്റ്റ്യനിൽ പലപ്പോഴും റിഫ്ലക്സ് ആർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഡയഗ്രാം തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ലേബൽ ചെയ്ത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായേക്കാം. എല്ലായ്പ്പോഴും ക്വസ്റ്റ്യനിൽ ഡയഗ്രാം തരണമെന്നില്ല. നമ്മൾ അങ്ങനെ വരച്ചിട്ട് വരുന്ന ഡയഗ്രാംസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ചിലപ്പം ഇതിനും ഈ വരച്ചതിന് ശേഷം അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് AB പാർട്ടുകൾ വരുന്ന രീതിയിലുള്ള സബ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ. അപ്പോൾ ഗിവ് പ്രോപ്പർ അറ്റൻഷൻ ടു ദിസ് റിഫ്ലക്സ് ആർക്ക്, റിഫ്ലക്സ് ആക്ഷൻ പോർഷൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഗിവ് റീസൺ. പിറ്റ്യൂട്ടറി ഈസ് ഓഫൺ ടേംഡ് ആസ് എ മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇത് നിങ്ങൾക്ക് അറിയാം. ഗീവ് റീസൺ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഒരു 2 ഗീവ് റീസൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രതീക്ഷിക്കണം കേട്ടോ നിങ്ങൾ. ആൻഡ് ദീസ് വിൽ ബി ലൈക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്നാണ് പുള്ളി പറയുന്നത് അല്ലെ. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, അതിന് റീസൺ പറയേണ്ടതാണ് നിങ്ങളുടെ ആവശ്യം. ഒരു കാര്യം എപ്പോഴും ഗീവ് റീസൺ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അതെല്ലാം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിന്തയില്ലാതെ അതുമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫോൾസ് ആണോ എന്നൊരു ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അതുമായിട്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത് നോക്കാം. പിറ്റ്യൂട്ടറിനെ മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡിഫറെന്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഡിഫറെന്റ് അമൗണ്ടിൽ ഡിഫറെന്റ് ഹോർമോൺസും ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ആര്? ദിസ് ഇസ് പിറ്റ്യൂട്ടറി അല്ലെ. പിറ്റ്യൂട്ടറിയിലെ എല്ലാവരുടെയും എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് കൺട്രോളിങ് യുവർ തൈറോയിഡ്, അതുകൊണ്ട് അത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതും. യെസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഈവൻ കൺട്രോളിങ് യുവർ ഗൊണാഡ്സ് അല്ലെ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഗൊണാഡോട്രോപിക് ഹോർമോൺസ് ഒക്കെ ഓർമ്മയില്ലേ? എല്ലാ പാർട്സിനെയും ഓൾമോസ്റ്റ് എവറി അതർ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരു കേപ്പബിലിറ്റി പിറ്റ്യൂട്ടറി ഉണ്ട്. അതുകൊണ്ടാണ് വൈ വി കോൾ ഇറ്റ് ആസ് മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ. അത്രയേ ഉള്ളൂ. ആൻസർ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അധികം എക്സ്പ്ലനേഷൻ പോകേണ്ട ആവശ്യമില്ല. അഗെയിൻ ഒരു ഗിവ് റീസൺ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. പാൻക്രിയാസ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ ആൻഡ് ഓൾസോ റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ ലെവൽ. വളരെ ഈസി അല്ലേ. പാൻക്രിയാസ് നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്? പാൻക്രിയാസ് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിനെ സ്റ്റേറ്റ് ചെയ്യുക, റീസൺ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. സിമ്പിൾ ആണ് അല്ലെ. പാൻക്രിയാസ് ഒബ്വിയസ്ലി എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ?
ഹൗ മീൻസ് ഇറ്റ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെ, പാൻക്രിയാറ്റിക് ജ്യൂസ് എല്ലാം കൂടെ, പാൻക്രിയാറ്റിക് ജ്യൂസും എല്ലാം കൂടെ നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് ഒരു കോമൺ ഡക്ട് വഴി വരുന്നു. അവിടെ വെച്ച് ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ, ഡൈജഷൻ കംപ്ലീറ്റ് ആക്കുകയും അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആൻഡ് ഇത് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ടു പ്രൊവൈഡ് സം amount ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിന് ഡൈജഷനിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഉള്ളത്. അതുപോലെ തന്നെ യു നോ ദാറ്റ് പാൻക്രിയാസ് ഇസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ അതുകൊണ്ട് അത് 2 ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ അല്ലെ. അപ്പൊ അതിനകത്ത് ബേസിക്കലി ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ഷുഗർ കണ്ടന്റോ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ ഷുഗർ ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒബ്വിയസ്ലി ദിസ് ഇൻസുലിൻ വിൽ ബി ഹെൽപ്പിംഗ് അല്ലെ. അപ്പൊ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഡൈജഷൻ വഴി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അബ്സോർപ്ഷൻ വഴി ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പാൻക്രിയാസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗൻ, പ്രൈമറി ഓർഗൻ, അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് അഗെയിൻ ഒരു ഗീവ് റീസൺ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, അഡ്രിനൽ ആണെന്നറിയാലോ, അഡ്രിനൽ ഇസ് അഗെയിൻ ആ ഗ്ലാൻഡ് അല്ലെ. അഡ്രിനൽ ഗ്ലാൻഡ് ആർ ഓൾസോ നോൺ ആസ് ദ ഗ്ലാൻഡ്സ് ഓഫ് എമർജൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡ്രിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു റീസണും കൂടെ എഴുതണം അല്ലെ. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ അഡ്രിനൽ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. സോ വൈ ഇറ്റ് ഇസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗീവ് റീസൺ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയും പെട്ടെന്ന് കിട്ടും. കിട്ടിയോ? നമുക്ക് ആൻസർ നോക്കാം. എമർജൻസി ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പം ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ് അല്ലെ. ആ ഹോർമോണിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് ആര്, അഡ്രിനാലിൻ എന്ന് പറയുന്നത് അല്ലെ. അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ദാറ്റ് ഇസ് ഒബ്വിയസ്ലി അഡ്രിനാലിൻ. ആൻഡ് നമ്മുടെ ബ്ലഡിലേക്ക് ഭയങ്കര റഷ് ചെയ്ത് വരും. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. നമ്മുടെ എനർജി കൂടുന്നു, നമ്മുടെ ബ്ലഡ് വഴി അത് ക്യാരി ചെയ്ത് പല പാർട്സിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഓർഗൻസിന്റെ എല്ലാം ഫംഗ്ഷനിങ് ഭയങ്കര ഫാസ്റ്റർ ആയിട്ട് മാറുന്നു, റാപ്പിഡ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. പൊതുവേ നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടും, അതുപോലെ തന്നെ നമ്മൾക്ക് എനർജി കൂടുന്ന ഒരു സിറ്റുവേഷനും ഒരുപാട് ഓക്സിജൻ ഒക്കെ നമ്മുടെ മസിൽസിൽ കിട്ടാനും നമുക്ക് ടയർഡ്നെസ് ഒന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എമർജൻസി ഹോർമോൺസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്, ഇഫ് ദർ ഇസ് സം കൈൻഡ് ഓഫ് എമർജൻസി ഹാപ്പനിങ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എസ്കേപ്പ് ആണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ആന ഇടഞ്ഞ് ഓടുന്നു, നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തഡ് എന്ന് പറയുന്നത് എസ്കേപ്പ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയി കഴിയുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഇറ്റ് ഈസ് ഒബ്വിയസ്ലി അഡ്രിനാലിൻ. ആൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആയതുകൊണ്ടിട്ട് we can call that as the gland of emergency and adrenaline is the emergency hormone. Okay, അപ്പൊ അങ്ങനെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ദാറ്റ് ബോത്ത് ദ തിങ്സ്, അഡ്രിനൽ എന്താന്ന്, അഡ്രിനാലിൻ എന്തുകൊണ്ടാണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലേബൽ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ ദ ഫിഗർ ഗിവൻ ബിലോ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞ 4 പാർട്സ് ഇതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ട്. പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെ. അപ്പൊ ആ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡുകൾ ഏതാണെന്ന് ജസ്റ്റ് നമ്മൾ ലേബൽ ചെയ്താൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് 2 മാർക്സ്. 4 ലേബലിംഗ്സ് 2 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഈസി ആയിട്ട് നിങ്ങൾക്ക് സിയും ഡിയും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. എയും ബിയും ആണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. സ്റ്റിൽ ആ ഒരു ആരോ മാർക്കിന്റെ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയും ബിയും ഈസി ആയിട്ട് കിട്ടും. അതിന് ഇതിങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു സ്റ്റഡി ഈസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓരോ ഗ്ലാൻഡിനെ പറ്റിയിട്ടും ഓരോരോ പാർട്സിനെ പറ്റി പറയുമ്പോൾ എല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്രാംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡയഗ്രാംസ് നിങ്ങൾ വിഷ്വലി നിങ്ങളുടെ മൈൻഡിലേക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്ന് പറയുന്നതാണ്. ലൈക്ക് ബയോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ദ ഡയഗ്രാംസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലേൺ. അതല്ലാതെ കുറേ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. ഡയഗ്രാം പഠിച്ചാൽ ഈസി ആയിട്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഐഡിയയിലോട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഒരു മെക്കാനിസത്തിലോട്ട് നിങ്ങൾ കോപ്പപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി ബയോളജി. കുറെ പിള്ളേർ ബയോളജി ടഫ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡയഗ്രാംസ് പഠിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ലേബിൾ ചെയ്യാൻ വന്നാലും എങ്ങനെ തെറിച്ചു മറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ, ഇപ്പം സപ്പോസ് ഇഫ് സം കൈൻഡ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ മെൻഷൻ ഹിയർ ആൻഡ് യു ആർ സപ്പോസ് ടു ലേബിൾ ഇറ്റ് ഓൺ ദ ഡയഗ്രാം, നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനും പറ്റും. ഇപ്പൊ ഇതുപോലെ തന്നിട്ട് നിങ്ങളോട് ആ ലേബിൾ ചെയ്തേക്കുന്ന പാർട്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പറ്റും. ലൈക്ക് വൈസ് വേഴ്സ ആപ്ലിക്കബിൾ ആയിട്ട് മാറും. സോ യു ഹാവ് ടു സ്റ്റഡി ദ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ABCD എന്ന് പറയുന്ന പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എ വിൽ ബി ഒബ്വിയസ്ലി എന്താണത്,
പീനിയൽ ഗ്ലാൻഡ് അല്ലെ, നമ്മളുടെ സ്ലീപ്പ് സൈക്കിൾ, റിതമിക് ആയിട്ടുള്ള ലൈഫിന്റെ ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് സംതിങ് കോൾഡ് മെലാറ്റോണിൻ അല്ലെ. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ പ്രോപ്പർ ആയിട്ട് എഴുന്നേക്കാൻ, നമ്മൾ രാത്രി കൃത്യമായിട്ട് ഉറങ്ങാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. അതിൽ നിന്നുണ്ടാകുന്ന മെലാറ്റോണിൻ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോസ്റ്റീരിയർ ലോബ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹോർമോൺസ് അത് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ബേസിക് ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഗ്രോത്ത് ഹോർമോൺ അല്ലെ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ നെക്ക് റീജിയനിലുള്ള ആകെ കൂടെ രണ്ട് ഗ്ലാൻഡേ ഉള്ളൂ. ഒരെണ്ണം തൈറോയിഡും തൈറോയിഡിന്റെ ബാക്കിൽ ഇരിക്കുന്നത് പാരാതൈറോയിഡും അല്ലെ. പക്ഷെ ഇതിപ്പോ ഫ്രണ്ട് പോർഷൻ കാണിച്ചിരിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി തൈറോയിഡ് ഗ്ലാൻഡ്. ആൻഡ് നെക്സ്റ്റ് വന്നത് ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ചെസ്റ്റ് ഏരിയ ആണ്. ചെസ്റ്റ് ഏരിയയിൽ ഒരൊറ്റ ഗ്ലാൻഡേ ഉള്ളൂ, ദാറ്റ് ഇസ് തൈമസ് അല്ലെ. നമ്മൾ കുഞ്ഞു ബേബീസ് ആയിരിക്കുന്ന സമയത്ത് തൈമസ് വിൽ ബി ലൈക്ക് വെരി ബിഗ് ഇനഫ്, സൈസ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ വലുതാകുന്നതനുസരിച്ച് നമ്മൾ ഗ്രോ ഇത് ചെയ്ത് വരുന്നതനുസരിച്ച് തൈമസിന്റെ സൈസ് എന്ത് പറ്റി പോകും, കുറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. ആൻഡ് തൈമസ് റിലീസസ് സംതിങ് കോൾഡ് യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ തൈമോസിൻ എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് 4 ലേബിലിംഗ്സ് വരുന്നുണ്ടായിരിക്കാം: പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് തൈമസ്. ഓക്കെ, അപ്പൊ ആ 4 ലേബിലിംഗ്സ് ആണ് കറക്റ്റ് ആയിട്ട്. ഇത് മാത്രമല്ല, ഇതേ പാറ്റേണിൽ മറ്റ് ഗ്ലാൻഡുകൾ ലേബിൾ ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറിങ് ഫസ്റ്റ് സെഷൻ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഐ തിങ്ക് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ബേസിക്കലി ഇന്ന് ഹോർമോൺസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫോക്കസ് ചെയ്തിട്ടും പിന്നെ നമ്മളുടെ റിഫ്ലക്സ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇനിയും കണ്ടന്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് അത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ അതിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ടിൽ ഇക്കോസിസ്റ്റം വരെയുള്ള ചാപ്റ്റേഴ്സിനെ ആൻസർ ചെയ്ത് പോയിട്ട് again we'll be starting from what that is life process അല്ലെ. അപ്പൊ ഓരോ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ആൻഡ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. എവറി ടൈം വിൽ ബി ഗെറ്റിംഗ് എ ന്യൂ വീഡിയോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കരുതൽ കാണിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആരെങ്കിലും ഒക്കെ നമ്മുടെ പോലെ CBSE 10th എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസ് ഒക്കെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്തോ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒക്കെ കണ്ടന്റുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ത്രൂ ദ കോമെന്റ്സ്. അതർവൈസ് എൻ്റെ മെയിൽ ഐഡിയും അതുപോലെ സോഷ്യൽ മീഡിയ ഐഡീസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓൾസോ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഫൈൻഡ് ദിസ് ആസ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഹെൽപ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററും ആ ചാപ്റ്ററിലെ പുതിയ കുറെ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ്.